എല്ലാ കാര്യത്തിനും നമ്മളെ കുടലെ ബാക്ടീരിയ എന്ന് എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു സമയമാണ്. ഡിപ്രഷൻ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതിൽ 1% മാത്രമാണ് കുടലുമായി കണക്റ്റഡ് ആയിരിക്കുന്നത്. ഒരു ഏകദേശം ഇപ്പം 50-60% താഴെയാണ് നമ്മളെ ഡിപ്രഷനും ഘട്ടമായിട്ട് കണക്ട് ചെയ്യേണ്ടതുള്ളൂ. ബ്രെയിൻ്റെ തന്നെ ഡിസോർഡറുകൾ, ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകൾ കൊണ്ട്, അതുപോലെ തന്നെ ബ്രെയിനുണ്ടാകുന്ന ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡറുകൾ കൊണ്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ കുടലിലെ അല്ലെ ബാക്ടീരിയയുമായി കണക്റ്റഡ് ആകുന്ന ഒരു ഇതിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ടൈറോസിനെ ഉൽപ്പാദിപ്പിക്കാൻ, ടൈറോസിനെ കൺവേർട്ട് ചെയ്ത് ഡോപ്പമീൻ ആക്കാൻ കഴിയുന്ന ബാക്ടീരിയകളുണ്ട്. അവയുടെ കഴിവില്ലായ്മ മാത്രമാണ് ഡിപ്രഷനും അല്ലെങ്കിൽ ഈ ഗട്ട് ബയോംസും എന്ന ഭാഗത്തിൽ വരത്തുള്ളൂ. അല്ലാത്തത് ആക്ച്വലി അത് റീസൺസ് വേറെ ആയിരിക്കാം. ആ റീസൺ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഗട്ട് ബയോമുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ആണെങ്കിൽ നമുക്ക്, അതായത് വിരസത, സെക്സ് എൻജോയ് ചെയ്യാൻ കഴിവില്ലാതെ വരിക, ഫോക്കസ് നഷ്ടപ്പെടുക, പ്രത്യേകിച്ച് സ്ത്രീകളിൽ സെക്സ് എൻജോയ് ചെയ്യാൻ കഴിവില്ലാതെ വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെയും ഗട്ട് ബയോമുമായി കണക്റ്റഡ് ആയിട്ടാണെന്ന് നമുക്ക് വിചാരിക്കാം. അവിടെയും ലിമിറ്റേഷൻ ഉണ്ട്.